ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഡൽഹി ജയ്പൂർ വ്ലോഗ്. പൊതുവേ ട്രെയിനിലെ ഉറക്കം എന്ന് പറയുന്നത് അത്രയും സുഖകരമല്ല. പക്ഷെ ഇപ്രാവശ്യം നല്ലൊരു ഉറക്കമായിരുന്നു. അത് എണീറ്റപ്പോൾ തന്നെ അടിപൊളി സൺറൈസ് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ എണീറ്റ് ഇരിക്കുമ്പോഴാണ് അവിടെ ഒരാൾ എന്താ പറയുക, കുളിച്ചില്ലെങ്കിൽ സ്പ്രേ മസ്റ്റാന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ ജേർണി എന്ന് പറയണത് ചായ കുടിക്കലായി, പല പാട്ടുകൾ പാടലായി, ഡാൻസ് കളിക്കലായി എന്ന് വേണ്ട പല പല പരിപാടികളിലേക്ക് ഞങ്ങൾ കിടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പേരൊക്കെ ചായ വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ ഞാനും ചായ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കിടന്നത് വേറെ എവിടേക്കുമല്ല, ഷീറ്റ് കളിയിലേക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെയിനായിട്ടുള്ള ഞങ്ങളുടെ പരിപാടി അതായിരുന്നു. മെയിൻലി ഇൻവോൾവ് ചെയ്തിരുന്നതും അതിലായിരിക്കും. കുറച്ച് പേര് കളിക്കാനായിട്ട് വരുന്നുണ്ട്, കുറച്ച് പേര് കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. തീരുമാനമെടുത്തപ്പോൾ പലരും ഞെട്ടി. പറ്റില്ല എന്നുള്ള വാദിപ്പും കാരണങ്ങളും കൊണ്ട് ഒരു തീരുമാനത്തിലെത്തിയത് തോറ്റാളതേ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നായിരുന്നു. പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു, നല്ലതായിട്ട് തോന്നി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നല്ലായിരുന്നു. ഞങ്ങൾ പീനട്ട് ബട്ടർ ആൻഡ് ബ്രെഡ് ആയിരുന്നു, ജാമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മനോഹരങ്ങളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് ഇത്രയും വലിയ കലാകാരികൾ ഒളിച്ചിരിക്കണമെന്ന് മനസ്സിലായി. പിന്നെ അതൊക്കെ കേട്ടതേ ഇങ്ങനെ മല ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കാലുകൾ വെച്ചിട്ട്. അതിലടിപിടിയായി. ഈവനിങ് ആയപ്പോൾ ഞങ്ങളുടെ ട്രെയിനിൽ പാട്ടും ഡാൻസും പരിപാടിയും തുടങ്ങി. അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും സംഘഗാനം പാടാനായിട്ട് തുടങ്ങി. വേറെ എവിടേക്കോ പോകാനുള്ള ഒരാളും കൂടി. ആളും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. രാത്രി വീണ്ടും വിശപ്പിന്റെ അസ്കിത വന്നപ്പോഴാണ് കുക്കുംബറും കൊണ്ട് സൂര്യ ചേച്ചി എത്തിയത്. കുക്കുംബറും ക്ലീനാക്കി മിസ്സുമാരും സാറും ഞങ്ങളെല്ലാവരും കൂടെ കുക്കുംബർ കട്ട് ചെയ്യാനിരുന്നു. കുക്കുംബറും കട്ട് ചെയ്ത് ആരോ കയ്യിൽ കുറച്ച് ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് ഞങ്ങൾ സൂപ്പറായിട്ട് കഴിക്കാൻ തുടങ്ങി. എന്താ പറയുക, കുക്കുംബർ കഴിക്കാത്ത ഞാൻ വരെ ഇല്ലാത്ത തീറ്റയായിരുന്നു അവിടെ. എല്ലാവരും കൂടി കഴിച്ച് അടിച്ചു പൊളിച്ചു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. യെസ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹസാരത്ത് റെയിൽവേ സ്റ്റേഷൻ. കൃത്യം ഒരു 11 മണി, 10:45-11 മണിക്കിടയിൽ എത്രയോ സമയത്താണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. നല്ല തണുപ്പായിരുന്നു. തണുപ്പിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അത്രയും സുഖകരമല്ലായിരുന്നു. അടിപിടി ബഹളം. വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ കാണണേന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഡൗട്ട്. നമുക്കിനി ബാക്കി കാഴ്ചകൾ വരുന്ന വഴിയിൽ കാണാം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറി ലഗേജൊക്കെ വെച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇന്ത്യ ഗേറ്റ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അത് നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് ആ സമയത്ത് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേര് ഇങ്ങനെ തീയൊക്കെ കൂട്ടിയിട്ട് മാഗി ഉണ്ടാക്കുന്നു, പല സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷപ്പായി. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ ബൈ.